ദേഷ്യത്തിൽ ആസ്തയുടെ കട്ടിലിന് സമീപത്തേക്ക് വെടിവെച്ചു. പേടിച്ചു വിറച്ച് ആസ്ത ഞെട്ടി എഴുന്നേറ്റു. വെടിയൊച്ച കേട്ടതും അവന്റെ മുത്തച്ഛൻ ആലോകും അഹാനും ഓടി മുകളിലേക്ക് വന്നു. എന്താ നീ ചെയ്തത്? ആ പെൺകുട്ടിയെ എങ്ങനെ പേടിപ്പിച്ചത് എന്തിനാ? നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹം ചെയ്തത്. പക്ഷേ ഈ വിവാഹ ജീവിതം ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. അവളുടെ തലയിൽ ഞാൻ വെടിവെക്കാത്തതിൽ സന്തോഷിക്ക്. അർമാന്റെ വാക്കുകൾ എല്ലാവരുടെയും ചെവിയിലെത്തിയതും റൂം മുഴുവൻ നിശബ്ദമായി. അർമാൻ ഭായ്, ഇത് ശരിയല്ല. ഏട്ടത്തിയെ ഇങ്ങനെ പേടിപ്പിക്കരുത്. ഏയ്, അവൾ നിന്റെ ഏട്ടത്തിയാണെന്ന് ആരാ പറഞ്ഞേ? അവൾ നിന്റെ ഏട്ടത്തി അല്ല. മോനെ, മരുമോളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടോ. ശരി ഗ്രാൻഡ്പാ. മോളെ, നിന്റെ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് അയക്കാൻ ഞാൻ പറയാം. വരൂ, എൻ്റെ കൂടെ വരൂ. ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. ഞങ്ങൾ നിന്നോട് വലിയൊരു അന്യായമാണ് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? എന്ത് സംഭവിച്ചാലും അതിൽ നിങ്ങളുടെ തെറ്റില്ല. മോളെ, നിനക്ക് അർമാനെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞ ഡോക്ടർ ആകണമെന്നുള്ള നിന്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു തരാമെന്ന് ഞാൻ വാക്ക് തരാം. ഇതെന്റെ വാഗ്ദാനമാണ്. ഇത് കേട്ടതും ആസ്തയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം തെളിഞ്ഞു. എനിക്കറിയാം മോളെ, ഇത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഇപ്പൊ വൈകി. നിന്റെ സ്യൂട്ട് കേസ് ഞാൻ അയക്കാൻ പറയാം. ഡ്രസ്സ് മാറി ഇവിടെ വിശ്രമിക്കൂ. എന്തായാലും നാളെ രാവിലെ അർമാൻ ഒരു ബിസിനസ് ഡീലിനായി പാരീസിലേക്ക് പോവാ. ഇത് കേട്ടതും ആസ്ത ഒരു ദീർഘനിശ്വാസം വിട്ടു. പിറ്റേ ദിവസം രാവിലെ ആദ്യമായി ആ നഗരത്തിലെ പ്രഭാതം അവൾക്ക് മനോഹരമായി തോന്നി. അവൾ പതുക്കെ ഗാർഡൻ ഭാഗത്തേക്ക് നടന്നു. അവിടെ ഫോർമൽ പാന്റും ഷർട്ടും ധരിച്ച ഒരാളെ അവൾ കണ്ടു. വലിയൊരു കത്രിക പിടിച്ച് ചെടികളുടെ കൊമ്പുകൾ മുറിക്കുകയായിരുന്നു അയാൾ. ദൈവമേ, ഇതേതെങ്കിലും ഭ്രാന്തൻ ഗാർഡനർ ആണോ? അർമാന്റെ വില കൂടിയ ചെടികൾ അയാളെ നശിപ്പിക്കുന്നത്. ഇത് അർമാൻ അറിഞ്ഞാൽ ഇയാളുടെ കാര്യം തീർന്നു. ഏയ്, എന്താ നിങ്ങൾ ചെയ്യുന്നേ? ആ മനുഷ്യൻ ആസ്തയുടെ നേരെ തിരിഞ്ഞു. അവന്റെ ആഴമുള്ള കറുത്ത കണ്ണുകൾ അവളെ തുളച്ചു കയറുന്നതുപോലെ തോന്നി. ഒരു നിമിഷം അവളുടെ ഹൃദയം നിശ്ചലമായി. ഞാൻ നിങ്ങളെ ആ തോക്കുപിടിച്ച മോൺസ്റ്ററിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണോ? ആ മനുഷ്യൻ മറ്റാരും അല്ലായിരുന്നു, അത് അർമാൻ തന്നെയായിരുന്നു. രാവിലെ അവൻ പാരീസിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നെങ്കിലും മോശം കാലാവസ്ഥ കാരണം മീറ്റിംഗ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചിരുന്നു. അർമാന് ഒരേയൊരു ഹോബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെടികൾ നട്ടു വളർത്തുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നത്. പാവം ആസ്തയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ആസ്ത ആരാണെന്ന സത്യം അർമാനും അറിയില്ലായിരുന്നു. നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ഇപ്പോഴും സമയമുണ്ട്. ബാഗ് എടുത്ത് ഇവിടുന്ന് ഓടിപ്പോ. ആ മോൺസ്റ്റർ അറിഞ്ഞാലേ നിന്നെ ജീവനോടെ വിടില്ല. പെട്ടെന്ന് അർമാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ആ കത്രിക വലിച്ചെറിഞ്ഞ് ആസ്തയുടെ കൈ പിടിച്ച് അവളെ തന്റെ അടുത്തേക്ക് വലിച്ചു. ഇപ്പോൾ ആസ്ത അവനോട് വളരെ അടുത്തായിരുന്നു. ഒരു നിമിഷം അർമാൻ പോലും അവളുടെ സൗന്ദര്യത്തിൽ മുഴുകിപ്പോയി. എന്റെ കൈ പിടിക്കാൻ നിനക്ക് എത്ര ധൈര്യം വന്നു? പണിയെടുക്കാൻ വന്നാ അതുപോലെ നിൽക്കും, മനസ്സിലായോ? നീ എന്നെ സെർവന്റ് എന്ന് വിളിച്ചോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ആഹാ, ഇപ്പൊ ലോകത്തെ നന്മ എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ നിന്നെ ആ തോക്കുകാരൻ മോൺസ്റ്ററിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുക. അപ്പൊ നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ? ത്രട്ടൻ ചെയ്യുന്ന എന്ത് ത്രട്ട്? ദൈവമേ, ഈ വീട്ടിൽ ആ മോൺസ്റ്റർ തന്റെ അതേ സ്വഭാവമുള്ള ആളുകളെ തന്നെയാണോ ജോലിക്കും വെച്ചത്? ത്രട്ട് എന്നാല് ഭീഷണി. ഞാൻ ഇവിടെ നിന്നെ രക്ഷിക്കാൻ നോക്കുമ്പോഴേ നീ എന്റെ മുന്നിൽ ആളാവാൻ നോക്കാണോ? ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അർമാൻ കണ്ണടയ്ക്കാതെ ആസ്തയെ നോക്കി നിന്നു. ആസ്ത തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ അഹാൻ നിൽക്കുന്നത് കണ്ടു. ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ തിരിച്ചെത്തിയതായിരുന്നു അവൻ. ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ആരോടാ സംസാരിക്കുന്നത്? ആദ്യം അഹാൻ കണ്ടത് ആസ്ത മാത്രം സംസാരിക്കുന്നതായിരുന്നു. പക്ഷെ മുന്നോട്ട് നടന്ന അർമാനെ കണ്ട നിമിഷം അവന്റെ ഹൃദയം നിലച്ചു. ശരീരം മുഴുവൻ വിയർപ്പിൽ മുങ്ങി. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു,
ഏട്ടത്തി, ഐ മീൻ മാഡം, പ്ലീസ് അകത്തേക്ക് വരൂ. ഇത്ര വലിയ ചതിയാണല്ലേ ആഹാൻ. എന്തിനാണ് ഈ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? തന്റെ വിവാഹം പ്രിയങ്കയുമായല്ല ആസ്തയുമായാണ് നടന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന മുത്തച്ഛന്റെ വാക്കുകൾ അഹാൻ ഓർത്തു. പക്ഷേ അഹാൻ അറിയാതെ ആ സത്യം പുറത്തു പറഞ്ഞിരുന്നു. ബ്രദർ, ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു അവസരം മാത്രം തരൂ. സത്യത്തിൽ നിങ്ങളുടെ വിവാഹം വേറൊരു പെൺകുട്ടിയോടായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അഹാൻ വിവാഹത്തിന്റെ മുഴുവൻ സത്യവും അർമാനോട് പറഞ്ഞു തുടങ്ങിയതോടെ ദേഷ്യം കൊണ്ട് അർമാന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. താൻ വഴക്കിട്ടത് അർമാനോടാണെന്ന് മനസ്സിലായ നിമിഷം ആസ്തയുടെ മുഖത്തെ നിറം മുഴുവൻ മാഞ്ഞുപോയി. പക്ഷെ അതിനോടകം സമയം വളരെ വൈകിയിരുന്നു. അർമാൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഗൺ പുറത്തെടുത്തു. അർമാൻ, എന്താ നിങ്ങൾ ചെയ്യുന്നേ? എന്നോട് കള്ളം പറയുകയും ചതിക്കുകയും ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാ. നീ എന്നെ ചതിച്ചിരിക്കുന്നു. അതും പറഞ്ഞ് അർമാൻ ട്രിഗർ വലിച്ചു. പേടിച്ചു വിറച്ച ആസ്ത വലിയൊരു നിലവിളിയോടെ അവിടെ തന്നെ ബോധം കെട്ട് വീണു. അഹാൻ ആസ്തയെ സോഫയിൽ കിടത്തി തന്റെ സുഹൃത്തായ ധ്രുവിനെ വീട്ടിലേക്ക് വിളിച്ചു. നഗരത്തിലെ പ്രശസ്തനായ സർജനും ഡോക്ടറുമായിരുന്നു ധ്രുവ്. ആസ്തയുടെ അവസ്ഥ കണ്ടതോടെ മുത്തച്ഛൻ അർമാനോട് വിശദീകരിച്ചു പറഞ്ഞു. അർമാൻ മോനെ, നിന്റെ വിവാഹം പ്രിയങ്കയോടായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ചടങ്ങിന് മുൻപ് അവൾ ഒളിച്ചോടി. കുടുംബത്തിന്റെ മാനക്കേട് ഒഴിവാക്കാൻ അവളുടെ കസിനായ ആസ്തയെ ഞങ്ങൾ മണ്ഡപത്തിൽ ഇരുത്തുകയായിരുന്നു. മുത്തശ്ശ, നിങ്ങൾ വലിയ തെറ്റാ ചെയ്തത്. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതും പറഞ്ഞ് അർമാൻ ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് നടന്നുപോയി. അതേസമയം ധ്രുവ് അവിടെ എത്തി. ആസ്തയെ പരിശോധിച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. പേടിക്കേണ്ട കാര്യമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്. ചേട്ടത്തിക്ക് കുറച്ചു കഴിഞ്ഞാൽ ബോധം വരും. ധ്രുവ് അത് പറഞ്ഞു തീർന്നത് മാത്രം അർമാന്റെ റൂമിൽ നിന്ന് വീണ്ടും ഒരു വെടിയൊച്ച കേട്ടു. എല്ലാവരും ഞെട്ടി. അവരോടി അവന്റെ റൂമിലേക്ക് ചെന്നു. അലോക് സിംഘാനിയ മുഴുവൻ വിയർപ്പിൽ മുങ്ങിയിരുന്നു. ഓടാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. റൂമിനകത്ത് കയറിയപ്പോൾ അർമാന്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നത് അദ്ദേഹം കണ്ടു. അർമാൻ ചേട്ടാ, എന്താ ഇത്? ധ്രുവ്, നോക്ക്. അവിടെ എത്താൻ പോലും പ്രയാസപ്പെട്ടിരുന്ന മുത്തശ്ശൻ അത് കണ്ട നിമിഷം ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു. ധ്രുവ്, ആദ്യം മുത്തശ്ശിയെ നോക്ക്. ഗ്രാൻഡ്പാ. മുത്തച്ഛൻ ശ്വാസത്തിനായി പിടയുന്നത് കണ്ടതും ധ്രുവ് ഉടൻ തന്നെ അർമാനോട് കാർ എടുക്കാൻ പറഞ്ഞു. ഗ്രാൻഡ്പാ. അർമാനും ബാക്കിയുള്ളവരും മുത്തശ്ശനെ കൂട്ടി താഴേക്കിറങ്ങി. അപ്പോഴാണ് എല്ലാവരുടെയും കണ്ണ് ആസ്തയിലേക്ക് വീണത്. കാരണം അവൾ ഇപ്പോഴും ഹാളിലെ സോഫയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഒടുവിൽ അർമാന്റെ കണ്ണുകളും ആസ്തയിൽ പതിഞ്ഞു. ദേഷ്യവും വെറുപ്പും നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി. മുത്തശ്ശന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി നീ മാത്രമാണ് ആസ്ത. ഇതിന്റെ വില നീ എന്തായാലും കൊടുക്കേണ്ടി വരും. കുറച്ചു സമയത്തിനകം അവർ നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെത്തി മുത്തച്ഛനെ എമർജൻസി റൂമിലേക്ക് മാറ്റി. വീട്ടിൽ കുറച്ചു കഴിഞ്ഞ ആസ്തയ്ക്ക് ബോധം വന്നു. ചുറ്റുമുള്ള നിശബ്ദത അവളെ ഭയപ്പെടുത്തി. തലഭാരമായി തോന്നി അവൾ വീട് മുഴുവൻ നോക്കി നടന്നു. മുത്തച്ഛ, മുത്തച്ഛ, അഹാൻ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മാം. നിങ്ങളാരാ? എന്തിനാ എന്റെ വഴി തടയുന്നേ? മാം, ഞാൻ ദേവ്. ഇപ്പോ വീട്ടിൽ ആരുമില്ല. പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും പെർമിഷൻ ഇല്ല. ആരുമില്ലെന്നോ? ഇപ്പോ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മുത്തച്ഛൻ എവിടെ? മുത്തശ്ശന്റെ ആരോഗ്യനില പെട്ടെന്ന് മോശമായി. എല്ലാവരും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കാണണം. സോറി മാം, ഞാൻ ഉദ്ദേശിച്ചത് അർമാൻ സാറിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ വിടാൻ പറ്റില്ല. എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. ആസ്തയുടെ നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ ദേവ് വഴങ്ങി. അവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. അതേസമയം ധ്രുവ് വാർഡിൽ നിന്ന് പുറത്തേക്ക് വന്നു. അർമാൻ ബ്രോ, മുത്തശ്ശന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാ. ഇത് 2ാമത്തെ ഹാർട്ട് അറ്റാക്ക് ആണ്. ഇനി ചെറിയൊരു സ്ട്രെസ് പോലും കൊടുത്താ നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടാ പറയുന്നത്. ധ്രുവ്,
എന്റെ മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല. അർമാൻ ബ്രദർ, സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ വാശിയും ദേഷ്യവുമാണ് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ ജീവനെ അപകടത്തിലാക്കുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അർമാൻ, അവനെ വിട്. ഇത് നിങ്ങൾ പോലും വിശ്വസിക്കില്ല. അർമാന്റെ സുഹൃത്തുക്കളായ ആകാശും സുമിത്തും ഇടപെട്ടു. അർമാൻ പൂർണ്ണമായി തകർന്നിരുന്നു. അവൻ ഒറ്റയ്ക്ക് ഒരു മതിലിന് സമീപം നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മറുവശത്ത് നിന്ന് ഓടിയെത്തിയ ആസ്ത നേരെ അർമാനെ ഇടിച്ചത്. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ തീ പോലെ ദേഷ്യത്തോടെ നിൽക്കുന്ന അർമാൻ സിംഘാനിയെ കണ്ടു. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ മുത്തച്ഛനെ കാണാൻ വന്നതാ. മുത്തച്ഛനെ മരണത്തിന്റെ വക്കിലെത്തിച്ചിട്ടും ഇനിയും ഇവിടെ വന്ന് സീനുണ്ടാക്കാനാണോ നിന്റെ ഉദ്ദേശം? ആസ്ത പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. താൻ വിവാഹം കഴിച്ച മനുഷ്യൻ ഇത്രയും കല്ലുപോലൊരു ഹൃദയമുള്ളവനായിരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നെ മുത്തച്ഛനെ ഒന്ന് കാണാൻ അനുവദിക്കൂ, പ്ലീസ്. മുത്തച്ഛന്റെ പേര് പോലും നീ പറയണ്ട. പിന്നെ നിന്റെ ഈ സൗന്ദര്യത്തിന്റെ വല വീശി എന്റെ കുടുംബത്തെ നിയന്ത്രിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണയാ. നിന്റെ സൗന്ദര്യത്തിന്റെ വല വേറെ എവിടെയെങ്കിലും പോയി വീശ്. അത് എന്റെ അടുത്ത് വർക്കാവില്ല. ആസ്ത എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ദേവിന്റെ ശബ്ദം കേട്ടത്. ബോസ്, മുത്തച്ഛന് ബോധം വന്നിട്ടുണ്ട്. നിങ്ങളെ കാണുമെന്ന് പറയുന്നു. അർമാൻ ആസ്തയുടെ കൈ തട്ടിമാറ്റി വാർഡിനുള്ളിലേക്ക് മുത്തച്ഛനെ കാണാൻ പോയി. അവൻ ബെഡിന്റെ അടുത്തെത്തിയതും, അർമാൻ മോനെ, നിനക്ക് ഈ വിവാഹം ഇഷ്ടമല്ലായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷെ ആസ്ത ഈ വീട്ടിലെ മരുമകളാ. നീ അവളെ സ്വീകരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മുത്തശ്ശ, ആ പെൺകുട്ടി ഒരിക്കലും എന്റെ ജീവിതത്തിന്റെ ഭാഗമാവില്ല. അർമാൻ ചേട്ടാ, എന്താ ഈ പറയുന്നത്? ചേട്ടത്തി പുറത്തു നിൽക്കുന്നുണ്ട്. ആരുടെ ചേട്ടത്തി? അവള് നിന്റെ ചേട്ടത്തി അല്ല. ഞാൻ വ്യക്തമായി പറയാ, അവളുമായി എനിക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല. മുത്തച്ഛന്റെ കണ്ണുകളിൽ വിചിത്രമായ ഒരു ദേഷ്യവും ഉറച്ച തീരുമാനവും തെളിഞ്ഞു. മോനെ നോക്ക്, ആസ്ത പുറത്തു നിൽക്ക. നീ എന്റെ മരുമകളെ അകത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള അവകാശം പോലും ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കളയും. ഇത് കേട്ടതും റൂം മുഴുവൻ നിശബ്ദമായി. ദേഷ്യം കൊണ്ട് അർമാന്റെ മുഖം ചുവന്നു. അവളെ അകത്തേക്ക് കൊണ്ടുപോവാ. അർമാൻ ഭായ്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗ്രാൻഡ് പേ ഇപ്പോ ഏട്ടത്തിയോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. അവരെ വേർപെടുത്തിയ ആ സ്ട്രെസ് അദ്ദേഹത്തെ ഇല്ലാതാക്കും. നിങ്ങളുടെ ദേഷ്യത്തിനായി ശരിക്കും അദ്ദേഹത്തിന്റെ ജീവൻ റിസ്ക് ചെയ്യണം. ഒരു തവണയെങ്കിലും മനുഷ്യനെ പോലെ ഒന്ന് പെരുമാറ്. ഈ പെൺകുട്ടിക്ക് മുത്തശ്ശനെ സന്തോഷത്തോടെ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ എൻ്റെ രീതിയിൽ ഉപയോഗിക്കും. സമ്മതിക്കാതെ വയ്യ. നീ വന്നത് മുതൽ എൻ്റെ വീട്ടിലെ ഏറ്റവും വീക്ക് പോയിന്റ് നീ സ്വന്തമാക്കി. മുത്തശ്ശൻ ഈ ഹോസ്പിറ്റലിൽ കഴിയുന്ന അത്രയും നീ എൻ്റെ ഭാര്യയായി അഭിനയിക്കണം. ഒരു കണ്ണുനീർ പോലും താഴെ വീണാൽ, ഒരു തുള്ളിയെങ്കിലും വീണാൽ നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും. മുഖം ശരിയാക്കി അകത്തേക്ക് വാ. അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ ആസ്ത കണ്ണുനീർ തുടച്ച് അർമാന്റെ പിന്നാലെ റൂമിനകത്തേക്ക് നടന്നു. മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് ആസ്തയുടെ കൈ പിടിച്ചു. ഒരു മൂലയിൽ നിന്ന് അർമാൻ മുത്തച്ഛനെയും ആസ്തയെയും നോക്കി നിന്നു. ഈ പെൺകുട്ടി എന്ത് മാജിക്കാ ചെയ്തത്? മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരെയും തന്റെ വശത്താക്കി. ഇവളെ ഞാൻ പിന്നീട് നോക്കിക്കോളാം. ചേട്ടത്തി, നിങ്ങൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആകാശ്, ദ ഗ്രേറ്റ് ധ്രുവിന്റെ ട്രീറ്റ്മെന്റിന് സംശയമാണോ നിനക്ക്? ഞാൻ വെറുതെ ചോദിച്ചതാ. ചേട്ടത്തി പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ്. ആകാശ്, ധ്രുവ് പറയുന്നത് ശരിയാ. ഇപ്പൊ എനിക്ക് ഭേദമുണ്ട്. ധ്രുവ്, എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. മുത്തച്ഛനെ വേഗം സുഖപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരണം. ഏട്ടത്തി, ടെൻഷനൊന്നും വേണ്ട. റിപ്പോർട്ട് വരാൻ 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുവരെ നിങ്ങൾ അർമാൻ ബായോടൊപ്പം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ഇത് കേട്ടതും ആസ്തയുടെ മുഖം വെളുത്തുപോയി. അവളുടെ ചുണ്ടുകൾ വിറച്ചെങ്കിലും ഒരു വാക്ക് പോലും പുറത്തു വന്നില്ല. ആസ്ത, ധ്രുവ് പറയുന്നത് ശരിയാ. നിനക്ക് അസുഖം വന്നാൽ മുത്തശ്ശനെ ആരാ നോക്കുക? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സുമിത്, ഞാൻ കേട്ടത് നീയും കേട്ടോ? എന്റെ ചേട്ടൻ എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു ചേട്ടത്തിയുടെ മാജിക് വർക്കായെന്ന്. ദൈവമേ, ഇന്നെങ്കിലും ഈ മോൺസ്റ്ററിൽ നിന്ന് എന്നെ രക്ഷിക്കണേ.
വഴിപാടായിട്ട് ഞാൻ 101 തേങ്ങ കൊടുക്കാം. ഇന്നൊന്ന് രക്ഷിക്കണേ. മാൻഷനിലേക്ക് എത്തിയതും പിന്നിലേക്ക് പോലും നോക്കാതെ അർമാൻ അകത്തേക്ക് നടന്നു. ദേവ് ആസ്തയ്ക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. ദേവ്, ബാക്കിയുള്ളവരെപ്പോഴാ തിരികെ വരാന്നറിയോ? പേടിക്കണ്ട മാം, 3 മണിക്കൂറിനുള്ളിൽ എല്ലാവരും എത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്. അർമാനൊപ്പം ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് ആസ്ത ഇതെല്ലാം ചോദിക്കുന്നതെന്ന് ദേവിന് മനസ്സിലായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും ഒരു സെർവന്റ് അവളുടെ അടുത്തേക്ക് വന്നു. മാം, സാർ നിങ്ങളെ റൂമിലേക്ക് വിളിക്കുന്നു. ആസ്തയുടെ തൊണ്ട വരണ്ടുപോയി. ഇന്നലെ തന്നെ തന്റെ നേരെ വെടിയുതിർത്ത ആ റൂമിലേക്ക് വീണ്ടും കയറാൻ അവൾ സ്വയം ധൈര്യപ്പെടുത്തി. അവൾക്ക് തന്റെ മുത്തശ്ശിയെ ഓർമ്മ വന്നു. വിറയുന്ന കൈകളോടെ അവൾ ഡോർ നോക്ക് ചെയ്തു. വാതിൽ തനിയെ തുറന്നു. അവൾ അകത്തേക്ക് കയറിയ നിമിഷം റൂം മുഴുവൻ നിറഞ്ഞ ഒരു കനത്ത ശബ്ദം കേട്ടു. മുഴുവൻ രാത്രിയും അവിടെ തന്നെ നിൽക്കാനാണ്? ഞാൻ വന്നു നിന്നെ അകത്തേക്ക് കൊണ്ടുവരണോ? അകത്തേക്ക് വാ. ആസ്ത പതുക്കെ അകത്തേക്ക് നടന്നു. മങ്ങിയ വെളിച്ചത്തിൽ മുങ്ങിയിരുന്നു ആ റൂം. സോഫയിലിരുന്ന അർമാന്റെ കണ്ണുകൾ വേട്ടക്കാരന്റെ കണ്ണുകളെ പോലെ തിളങ്ങുകയായിരുന്നു. ഇന്ന് മുതൽ ഈ വീട്ടിൽ നിന്റെ ജോലി മുത്തച്ഛനെ നോക്കുന്നതായിരിക്കും. ഈ വീട്ടിൽ നിനക്ക് ഒരു കെയർ ടേക്കറിന്റെയും സെർവന്റിന്റെയും സ്ഥാനമേ ഉണ്ടാവൂ. അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ മുത്തച്ഛനും എന്റെ ഫ്രണ്ട്സും ഒന്നും ഇതൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാ ഗ്രാമത്തിലുള്ള നിന്റെ മുത്തശ്ശിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. ആസ്തയ്ക്ക് അർമാൻ ഒരു എക്സിക്യൂഷണറെ പോലെ തോന്നി. തലകുനിച്ചു നിന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിശബ്ദമായി ഒഴുകി. അർമാൻ അത് കണ്ടെങ്കിലും അവന്റെ മനസ്സ് ഒട്ടും ഉരുകിയില്ല. ഈ കണ്ണുനീർ എന്റെ മുന്നിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കരഞ്ഞോളൂ. പക്ഷെ മുത്തശ്ശന്റെയോ എന്റെ ഫ്രണ്ട്സിന്റെയോ മുന്നിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴരുത്. അതിന്റെ കോൺസിക്വൻസസ് നല്ലതിനാവില്ലെന്നറിയാലോ. ഗ്രാമത്തിൽ എല്ലാവർക്കും എന്നെ എത്ര ഇഷ്ടമായിരുന്നു. ഈ അപരിചിതൻ മാത്രം എന്തിനാ എന്നെ ഇത്ര വെറുക്കുന്നത്? നിന്റെ സാധനങ്ങൾ എടുത്ത് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യ്. ഈ റൂമിലേക്കോ? തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ലോകത്തിന്റെ മുന്നിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതുകൊണ്ട് ഒരേ റൂമിൽ തന്നെ താമസിക്കണം. നീ താഴെ ഫ്ലോറിൽ കിടക്കും, ഞാൻ മുകളിൽ ബെഡിൽ കിടക്കും. അത്രമാത്രം. മുത്തച്ഛൻ നൽകിയ റൂമിലേക്ക് ഓടിയെത്തിയ ആസ്ത പൊട്ടിക്കരഞ്ഞു. പക്ഷെ അപ്പോഴാണ് അർമാന്റെ ഭീഷണി അവൾക്ക് ഓർമ്മ വന്നത്. ഗ്രാമത്തിലുള്ള നിന്റെ മുത്തശ്ശിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. ഇല്ല, ഞാൻ കരയാൻ പാടില്ല. എനിക്ക് ധൈര്യം കാണിക്കണം. മുത്തശ്ശിയുടെയും മുത്തച്ഛന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ആ മോൺസ്റ്ററെ എനിക്ക് നേരിടണം. തന്റെ ചെറിയ ബാഗ് എടുത്ത് ആസ്ത വീണ്ടും അർമാന്റെ റൂമിലേക്ക് തിരിച്ചെത്തി. നിന്റെ സാധനങ്ങൾ ആ കോർണറിൽ വെച്ച് ഇവിടെ ഇരിക്കേ. ഇനി എന്താണ് അവൻ എന്നിൽ നിന്ന് വേണ്ടത്? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ പ്രൊഫൈൽ എടുക്ക്. അതിനുള്ളിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. നീ എൻ്റെ കൂടെ ഈ റൂമിൽ കഴിയുന്ന അത്രയും ആ കോൺട്രാക്ട് അനുസരിച്ചായിരിക്കും ജീവിക്കേണ്ടത്. സൈൻ ചെയ്യ്. ഫയലിലുണ്ടായിരുന്ന കോൺട്രാക്ട് പേപ്പേഴ്സ് കണ്ട നിമിഷം ആസ്തയുടെ കണ്ണുകൾ വലുതായി. അവളുടെ മുഖത്തെ നിറം മുഴുവൻ മാഞ്ഞുപോയി. ആ പേപ്പേഴ്സിൽ എന്താണ് എഴുതിയിരുന്നത്? എന്ത് കണ്ടിട്ടാണ് ആസ്ത ഇത്രയും ഞെട്ടിയത്? മുത്തശ്ശിയെയും മുത്തശ്ശനെയും രക്ഷിക്കാൻ അവൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ? അർമാന്റെ ദേഷ്യത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പഴയ രഹസ്യം എന്താണ്? ആസ്തയുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൾക്ക് അർമാന്റെ കല്ലുപോലുള്ള ഹൃദയമൊരുക്കി ഒരു പ്രണയകഥയ്ക്ക് തുടക്കമിടാൻ കഴിയുമോ? മുഴുവൻ കഥ ഇപ്പോൾ തന്നെ കേൾക്കാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.